ബിൻസി പറയണേ എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാനൊന്നും സംസാരിക്കാഞ്ഞത് വന്നുടനെ. അപ്പം അനുമോള് പറയാം വന്നുടനെ അവളാണ് പറഞ്ഞത്, എന്നിട്ട് ഇപ്പം പറയുന്ന കേട്ടോ. അപ്പം ബിൻസി പിന്നെ വന്നുടനെ ഞാൻ നിന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമായിരുന്നു. അനുമോള് പറയാം ഞാനൊന്ന് സംസാരിക്കട്ടെ. ഉടനെ ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പാനെ ഇരിക്കുമ്പോൾ അപ്പാനിയുടെ അടുത്ത് പോയിരിക്കും, അപ്പാനിയുടെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നതല്ല, അപ്പാനിക്കൊരു ഫാമിലിയൊക്കെ ഉള്ളതാണ്. പുറമേ തോന്നുമ്പോൾ അപ്പാനിയുടെ അയ്യോ എന്തൊരു കെയറിങ്. അനുമോള് പറഞ്ഞ അപ്പാനിക്കൊരു കുടുംബമുണ്ട്. അപ്പോഴേക്കും അക്ബർ ഏറ്റുപിടിച്ച് അപ്പാനിക്കൊരു ഫാമിലി ഉണ്ടെന്ന് പറയുന്ന നീ എന്തുവാ അപ്പോൾ കൈ പിടിച്ചാൽ എന്താന്നൊക്കെ പറഞ്ഞാൽ അക്ബർ അങ്ങ് ചൂടാവുന്നു. കുലസ്ത്രീ ചമയലാനു എന്നും ബിൻസി. നീ അന്ന് വൈറ്റ് ഡ്രസ്സ് ഇട്ടപ്പോൾ അപ്പാനിയുടെ അടുത്ത് പോയി ഇരുന്നെന്ന് പറഞ്ഞവളാണ് അവള്. ആദില അവിടെ ഇരുന്നുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അതിലാണിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും അവിടെ ഭയങ്കര കയ്യടിയായി. എല്ലാവർക്കും ആദിലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പൊളി എന്ന് പറഞ്ഞ് കയ്യടിക്കുന്നത്. അതുകൊണ്ട് ആദില പറയുന്ന ഒന്നും വ്യക്തമാവുന്നില്ല. വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നതാണ്. വർത്താനം പറയിപ്പിക്കില്ല. ആദില ഒരു സ്റ്റൈലിലൊക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാം നീ ഇങ്ങനെ പറഞ്ഞിട്ട് അത് മ്യൂട്ട് ചെയ്യുക ബിഗ് ബോസ്. ആദില പറയുന്ന 2-3 ഭാഗങ്ങളാണ് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തത്. എന്തോ വൃത്തികെട്ട വാക്കുകളാണ് ആദില ഉപയോഗിക്കുന്നത്. പറഞ്ഞതാണ് അവൾ എന്ന് വീണ്ടും പറയുകയാണ്. നിവിനും അക്ബറും എല്ലാവരും കൂടെ പറയാണ് നീ. അപ്പോൾ എല്ലാവരും കൈയടിച്ചപ്പോഴത്തേക്ക് ആദിലേക്ക് ഭയങ്കര സപ്പോർട്ടായി. എല്ലാവരും കൈയടിച്ച് അനുവിനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അപ്പാനി പറഞ്ഞതോ ബിൻസിയാണ് എപ്പോഴും അങ്ങോട്ട് ചെല്ലുന്നതെന്ന്. അപ്പോൾ അപ്പാനി പറയാം ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ബിൻസി? ഉടനെ അപ്പാനി എഴുന്നേറ്റിട്ട് പറയാം ബിൻസി ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് മോശമായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ബിൻസി എടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അപ്പം ബിൻസി പറയാം ഇല്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ബിൻസി വന്നിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് പറയുമ്പോൾ പറയാം എനിക്കിതാണ് വേണ്ടത്, എനിക്കിത് മതി. ഉടനെ അപ്പാനി പറയാം നീ അപ്പോൾ എൻ്റെ തോളിൽ ചാരി നിന്ന് സംസാരിക്കുന്നല്ലോ, നീ എന്നോട് നല്ലോണം മിങ്കിൾ ചെയ്യുന്നല്ലോ, എന്നിട്ട് നിനക്കത് തെറ്റായിട്ട് തോന്നാത്ത എന്താ? ഉടനെ അക്ബർ പറയാം അത് അവളായതുകൊണ്ട് ആദില, നൂറ, ശൈത്യ ഇവരെല്ലാവരും നമ്മളോട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അപ്പാനി ശരത്ത് ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ആര്യൻ്റെ കൂടെ നിൻ്റെ മൊയ്തീനൊക്കെ എത്ര പ്രാവശ്യം നീ ചെയ്ത് അതൊക്കെ നമ്മൾ വല്ലതും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അനുമോള് പറയാം ഞാൻ ചോദിക്കട്ടെ. അനുമോള് പറയാൻ വാ തുറക്കുന്നതിന് മുമ്പേ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും. അനുമോള് സംസാരിക്കാൻ വിടുന്നില്ല. അനുമോള് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ അവരെല്ലാം കൂടെ സംസാരിക്കുന്നത് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് അപ്പാൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ബിൻസി ചോദിക്കുകയാണ്. ഇല്ല, അത് എനിക്കറിയാം. പിന്നെ ശൈത്യ അതിലേന്ന് അനുമോള് വിളിച്ചോടനെ അതില പറയാണ് അനു ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് സ്റ്റാർട്ട് ചെയ്തത് നീയാണ്. അനുമോള് ചോദിക്കുക നിങ്ങൾ ആരും സംസാരിച്ചില്ല. ഞാൻ ചോദിക്കുക നിങ്ങൾ ആരും സംസാരിച്ചില്ല? നീ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നീ പറയുന്ന കേട്ടുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചതെന്ന് അതിൽ പറയണം. അപ്പോൾ അപ്പാനി പറയാം എനിക്കറിയാം ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ തുടങ്ങി എന്താണെന്ന് എല്ലാം എനിക്ക് വൃത്തിയായിട്ട് അറിയാം. പക്ഷേ ഞാനിതൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ ബിൻസിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ബിൻസി ഇപ്പോൾ ചോദിച്ചത്. എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് അപ്പാനി. നിങ്ങൾ സംസാരിച്ചില്ല ആദില എന്ന് അനുമോള് ആദിലെടുത്ത് ചോദിക്കുകയാണ്. നീയാണ് ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആദില സംസാരിക്കുകയാണ്. ഞാനെന്ത് കാണിക്കണം, ഞാനെന്ത് ഇടണോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ബിൻസി പറയാണ് ഞാൻ ആരുടെ കൂടെ ഇരിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എവിക്റ്റ് ആയതിൻ്റെ തലേ ദിവസമുള്ള കാര്യങ്ങൾ നീ പറയല്ലോ. ബിൻസി പറയുന്നത് ആദില പറയുന്നതും പകുതിയും ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അത്ര വൃത്തികെട്ട വാക്കുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. നീ പുറത്ത് വലിയ കുലസ്ത്രീ ചമഞ്ഞ് മര്യാദയുള്ള ആളൊന്നും അല്ല. നീ എന്നാ ചെറ്റത്തര ഇവിടെ കാണിച്ചാലും പുറത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നുള്ളൊരു ഇതാണ് നീ കാണിക്കുന്നത്. ശൈത്യ പറയണം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ നമ്മൾ രണ്ടുപേരും സംസാരിച്ച് അയ്യോ എന്താ ഇവരിങ്ങനെ ഇരിക്കുന്നത്? ഇവള് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് നമുക്ക് പോയി സംസാരിക്കാം, അങ്ങനെ അധികം ഇൻറ്റിമൻസി ഒന്നും വേണ്ടെന്ന്. വേഗം ബിൻസി പറയാം ഒരൊറ്റ കാര്യം അനു ഇതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം അപ്പോഴത്തേക്ക് ശരത്ത് പറയാണ് എല്ലാവരും ഇതിനകത്തുള്ളവരാണ്, എല്ലാവരും അനുമോടെ കൂടെ നിന്ന് സംസാരിച്ചതാണ്. അപ്പം നൂറ പറയാം ഞങ്ങൾ അവളുടെ കൂടെ സംസാരിച്ചിട്ടുണ്ട്, അവളാണ് ഇതെടുത്തിട്ടത്, ഞങ്ങൾ അവളുടെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അക്ബർ പറയാം നീ എല്ലാവരെയും പറയല്ലോ, ഞങ്ങളാരും ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, അവളാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കഥകളെന്ന് പറഞ്ഞിട്ട് അക്ബർ ശരത്തിൻ്റെ നേരെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പുറത്ത് പോയി കണ്ടിട്ട് വന്ന് അകത്ത് വന്ന് ഡ്രാമ കാണിക്കുക, ഇനി വെളുപ്പിക്കാൻ നോക്കുക, അലക്കി വെളുപ്പിക്കാനുള്ള പരിപാടിയാണ്. അതിനാണ് അനുമോളുടെ പുറത്തോട്ട് എല്ലാ കുറ്റങ്ങളും എല്ലാവരോടും ഇടുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.